മാസപ്പടി കേസിൽ മാത്രമായിട്ട് ഒതുങ്ങിയത് ഫെമ ചട്ടലംഘനത്തിലേക്ക് ഉൾപ്പെടെ നീങ്ങുകയാണോ എന്ന് വിശദമായി പരിശോധിക്കാം. എല്ലാവർക്കും രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പറഞ്ഞു വരുന്നതും ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വീണ ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയന്റെ മകൾ ടി വീണ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനമുണ്ടോ എന്ന് അന്വേഷിച്ച് ED. ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതിലാണ് അന്വേഷണം. മറ്റൊരാളുടെ പേരിലെ സിം ഉപയോഗിച്ചതിലും അന്വേഷണം നടക്കുന്നു. ഡാനി പോളിന്റെ വിശദാംശങ്ങളുമായി. ഡാനി, എക്സാലോജിക് CMRL മാസപ്പടിയിൽ നിന്ന് ഹവാലയും ഫെമ ചട്ടലംഘനത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. റിയാസിനും കുരുക്കുമുറുകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ED ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. രണ്ട് കാര്യങ്ങളാണോ പ്രധാനമായും? ഈ 85 ലക്ഷം രൂപ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ദിർഹമായിട്ട് അയച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും, രണ്ട്, ഈ വ്യാജ സിം കാർഡുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ. വീണയുടെ ഡയറിയിൽ നിന്നും EDക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. ഹരി, ഇതിൽ തുടക്കത്തിലൊരു മാസപ്പടി കേസ്, അതിൽ ജോലി ചെയ്യാതെ തന്നെ പണം ലഭിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിലനിന്നുകൊണ്ടാണ്, അങ്ങനെയുള്ള ഒരു ആക്ഷേപങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ കേസ് തുടങ്ങുന്നത് തന്നെ. പലപ്പോഴും ഇതൊരു രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിലെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇന്നലെ വരെ ആ രീതിയിൽ തന്നെ പോയിരുന്നെങ്കിൽ ഇന്നലെ ഈ പരിശോധനകൾക്ക് ശേഷം, EDയുടെ തുടർച്ചയായ പരിശോധനകൾക്ക് ശേഷം വന്ന വാർത്താക്കുറിപ്പ് ആ മാനങ്ങളെല്ലാം തന്നെ മാറ്റിമറിക്കുകയാണ്. കാരണം ഇതൊരു പുതിയ തലത്തിലേക്ക് ഈ കേസ് മാറുന്നു എന്നതാണ്. അത് ഞെട്ടലോടുകൂടിയാണ് കേരളം കാണുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന കേസിൻ്റെ ആ രീതിയിലുള്ള ആ ഒരു വ്യാപ്തിയല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ വിശാലതയിലേക്ക് നിരവധിയായ ഒരു അഴിമതിയുടെ, ചട്ടലംഘനങ്ങളുടെ, കുറ്റകൃത്യങ്ങളുടെ ഒരു പരപ്പിലേക്ക് ഈ കേസ് വന്നിരിക്കുന്നു എന്നതാണ് EDയുടെ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുകയും ചെയ്തത്. ഇത് വീണ ടിക്ക് ആണ് ഇത് പ്രധാനമായും തന്നെ ഇതിലൊരു പങ്ക്. അവരൊരു കുറ്റാരോപിതയായി ഇത് ഈ കേസിന് നടുവിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. ഇതിൽ 85 ലക്ഷം രൂപയുടെ ഹവാല ഇടപാട് നടന്നിരിക്കുന്നു. പ്രാഥമികമായ അനുമാനവും പ്രാഥമികമായ കണ്ടെത്തലുമാണ് ഇതിൽ ED നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇവരുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിലടക്കം ഇവരുടെ ഡയറി അടക്കം കണ്ടെത്തിയിരുന്നു. അതിൽ 20.5 കോടി രൂപയുടെ ഇടപാടുകൾ, അത് സംബന്ധിയായ വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതുവരെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന 2.78 കോടി രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അതിനേക്കാളും അപ്പുറത്തേക്ക് ഈ കേസ് മാറിയിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും തന്നെയും പാലിക്കാതെ തന്നെയും ഹവാല ഇടപാട് വഴി ഈ പണം വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നു എന്നതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാറുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊരാളുടെ പേരിൽ സിം എടുത്തിട്ടുണ്ട്. അതായത് നെറ്റ് കണക്ഷനും ഇൻ്റർനെറ്റ് കോളിനു വേണ്ടിയാണ് എന്നതാണ് EDയുടെ അനുമാനം. അതടക്കം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയടക്കം. പക്ഷേ EDയുടെ ഒരു പ്രാഥമികമായ ഒരു അനുമാനം എന്ന് പറയുന്നത് വ്യാജ ഒരു സിം കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ്റർനെറ്റ് കോളിനടക്കം വേണ്ടിയാണ്, പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മറ്റൊരാളുടെ പേരിലുള്ള ഒരു സിം കാർഡ് തന്നെയാണ്, അത് ഇവർ ഉപയോഗിച്ചത് തന്നെയാണ് എന്ന രീതിയിലാണ് EDയുടെ ഇതുവരെയുള്ള അന്വേഷണങ്ങളുടെ ഒരു റിപ്പോർട്ടായിട്ട് അവർ പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നു എന്നത് ഗുരുതരമായ, വളരെ ഭവിഷ്യത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് നിരവധിയായ ഡിജിറ്റൽ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ വിശദാംശങ്ങൾ, അതിൻ്റെ പരിശോധനകളെല്ലാം തുടർന്ന് വരികയാണ്. അപ്പോൾ വലിയ രീതിയിൽ തന്നെ മാറുന്ന ഒരു കേസായിട്ട് ഈ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാറുന്നു. ഇതിൽ ആ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഇതിൽ യാതൊരു രീതിയിലുള്ള ഒരു സേവനവും നൽകാതെ തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിരുന്നത്. ഇതിൽ പണം പറ്റുക മാത്രമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ED തുടക്കത്തിൽ ഇതിൽ കള്ളപ്പണ ഇടപാടടക്കമുള്ള കാര്യങ്ങൾ സംശയിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് അവരുടെ അന്വേഷണത്തെ, അവരുടെ പ്രാഥമികമായ നിഗമനങ്ങളെ അടിവരയിടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്
തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധന. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധന വീണയുടെ ഭർത്താവ് മുൻ മന്ത്രിയുമായ ഇപ്പോൾ MLA-യുമായ മുഹമ്മദ് റിയാസിലേക്ക് അടക്കമോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നത്. ആ പരിശോധനയും രാഷ്ട്രീയപരമായി തന്നെയാണ് CPM കണ്ടത്. അതിൽ അത്തരം പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. റിയാസിൻ്റേതടക്കമുള്ള പ്രസ്താവനയും അതുമായി വന്നിരുന്നു. പക്ഷേ അതൊന്നും വെറുതെ ആയിരുന്നില്ല എന്നതുകൂടി തന്നെയാണ് ED-യുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. കാരണം നിരവധി രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് അടക്കം നീങ്ങുന്നു. വൈകാതെ ഒരു ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ പിടിച്ചെടുത്ത ഈ രേഖകളുടേത് അടക്കമുള്ള വിശദമായ രീതിയിലുള്ള പരിശോധനയും കാര്യങ്ങളുമെല്ലാം നടക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ പരിശോധനകളുണ്ട്, അത് കേന്ദ്രീകരിച്ച് നടന്ന ഇടങ്ങൾ അവരെ കൂടി ഒരുപക്ഷെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതകളിലേക്ക് അടക്കമാണ് നീങ്ങുകയും ചെയ്യുന്നത്. മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വീണ ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു ചോദ്യം ചെയ്യലെല്ലാം സാധ്യതകളുണ്ട്. അത് സ്വാഭാവികമാണ്, അത് അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു മാസപ്പടി കേസിൽ നിന്ന് തുടങ്ങിയിട്ട് എത്തി നിൽക്കുന്ന വിഷയത്തിന്റെ ഗ്രാവിറ്റിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, എക്സാലോജിക് അല്ലാതെ വീണ ടിക്ക് മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഈ മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ തന്നെ എങ്ങനെയാണ് ഒന്നാമതേ സേവനം ചെയ്യാതെ തന്നെ ഇങ്ങനൊരു പണം കൈപ്പറ്റിയതായിട്ടുള്ള ED-യുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡാനി പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ അടിവരയിടുന്ന സാഹചര്യം. മറ്റ് വരുമാന മാർഗ്ഗം ഇല്ലാതെ ഈ ഹവാല പണം ഉൾപ്പെടെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നെറ്റിലൂടെ കേട്ടു. കാരണം കഴിഞ്ഞ ദിവസം മുമ്പ് വരെ ഇത് വെറുമെന്ന് പറയുന്നില്ല, ഇതൊരു മാസപ്പടി കേസ് മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഇത് കൂടുതൽ വിഷയങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇതൊരു രാഷ്ട്രീയത്തിൽ നിന്നും മാറി, അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്നും മാറി ഇത് കൂടുതൽ വഷളാവുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ആവർത്തിക്കുന്നത്. കുരുക്ക് മുറുകുകയാണോ വീണയ്ക്ക്? ഇനി തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? റിയാസ് ഉൾപ്പെടെ ഇതിനകത്ത് ഈ രീതിയിൽ പ്രത്യേകിച്ച് ED-യുടെ വലയിൽ കുടുങ്ങാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് വേണമോ കണക്കാക്കാൻ? അങ്ങനെ തന്നെയാണ്. കാരണം ഈ വീണയ്ക്ക് എന്തിന് പണം കൊടുക്കുന്നു എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. കാരണം വീണയെ തൃപ്തിപ്പെടുത്തിയിട്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ വീണയ്ക്ക് എന്തിനാണ് പണം നൽകുന്നത് എന്നതാണ് ഈ കേസിൽ ഏറ്റവും ഗുരുതരമാകുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്. കാരണം അതിനുത്തരം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയേക്കാം. കാരണം വീണയ്ക്ക് ഈ ചെയ്യാത്ത സേവനത്തിന് വീണയ്ക്ക് പണം നൽകുന്നുവെങ്കിൽ വീണ അത് ആർക്കു വേണ്ടി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വീണയ്ക്ക് അത് എന്തിന് കൊടുക്കുന്നു എന്നതാണ് പ്രധാനമായും തന്നെ ഉയരുന്ന ഒരു ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ രീതിയിലേക്ക് തെളിവുകൾ സമാഹരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി മാത്രമേ ED അതിന് ഉത്തരം പറയുകയുള്ളൂ എന്നത് സുവ്യക്തമാണ്. ഏതായാലും അത്തരം അന്വേഷണങ്ങൾ സ്വാഭാവികമായും തന്നെ ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അവിടെയാണ് CPM അടക്കം പ്രതിരോധത്തിലാകുകയും ചെയ്യുന്നത്. ഇതിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഈ ആരോപണം ഉയർന്ന സമയത്ത് ഇതിൽ ഇന്ന് ഭരിക്കുന്ന പ്രതിപക്ഷമായിരുന്നു വലിയ രീതിയിൽ തന്നെ ഇത് ഉയർത്തി പിടിച്ചത്. ഒപ്പം BJP-യും ഉണ്ടായിരുന്നു രാഷ്ട്രീയപരമായി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ. കാരണം എന്തിന് ഈ പണം നൽകുന്നു, ഇത് ആർക്കു വേണ്ടിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യങ്ങൾ തന്നെയായിരുന്നു. കാരണം വീണയെ നമുക്കറിയാം, വീണയുടെ പിതാവ് പിണറായി വിജയൻ 10 വർഷത്തോളം കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഈ എക്സാലോജിക് CMR ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുനിഴൽ വീണ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ആ അന്വേഷണത്തിൽ ഏറ്റവും സുപ്രധാനമായൊരു കാലഘട്ടവും പരിശോധനകൾ നടക്കുന്ന ഒരിടവും ഈ 10 വർഷങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് പരിശോധിക്കും, ഇത് എന്താണ് ഇതിലുള്ളൊരു വളർച്ച ഉണ്ടായിരിക്കുന്നത്. കാരണം വീണയുടേത് ഒരു എക്സാലോജിക് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത, ആസ്തിയില്ലാത്ത ആ രീതിയിലുള്ള ഒരു കമ്പനിയായിരുന്നു. പിന്നീട് അതിനുണ്ടായിരുന്ന വളർച്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റു ഉപകമ്പനി എന്ന രീതിയിൽ മറ്റൊരു കമ്പനിയുടെ പേര് കൂടി വരുന്നത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയത്, ഇത് ആർക്കു വേണ്ടിയാണ് രൂപപ്പെടുത്തിയത്, ആർക്കു വേണ്ടി പണം വാങ്ങിക്കുന്നു എന്നതെല്ലാം തന്നെ വളരെ ഗുരുതരമായ ചോദ്യങ്ങൾ തന്നെയാണ്. അത് ഇനിയുള്ള ചോദ്യം ചെയ്യലടക്കം ഇത് വളരെ നിർണായകമാകും. കാരണം ഇത് ആരെയൊക്കെ തന്നെയാണ് ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആർക്കു വേണ്ടി ഈ പണം വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗുരുതരമായിട്ട് തന്നെ ഇനിയുള്ള സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഈ ഒരു വാർത്താക്കുറിപ്പിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു വിശാലതയിലേക്ക് തന്നെയാണ് ED മുന്നോട്ട് പോകുന്നത്. കൃത്യമായും ഇതിന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. വീണ എന്തിന് പണം വാങ്ങി എന്ന ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായിരുന്നു. വീണയുടേത് ഒരു കടലാസ് കമ്പനി പോലെ നിലനിൽക്കുന്ന കാര്യങ്ങളാകുമ്പോൾ എന്തിന് ഇത്രയ്ക്കധികം രൂപ അവരുടെ ഒരു ഇടപാടുകൾ നടത്തി ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിച്ച് എന്തിനാണ് വിദേശത്തേക്ക് പണം നടത്തിയത്? ആർക്ക് വേണ്ടി, എവിടേക്ക്, എന്തിന്? ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി വേണം. എന്തിന് മാത്രമായിട്ട് എന്നുള്ളൊരു ചോദ്യത്തിന് മാത്രമായി ഇത് ആർക്ക് വേണ്ടി, ഇത് എവിടേക്ക്, പേർപ്പസ്, ഇത് 3ഉം പ്രധാനമായിട്ടും ഇ ഡി അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു തരത്തിലുമുള്ള സേവനം കൈപ്പറ്റാതെ അല്ലെങ്കിൽ നടത്താതെ ഇങ്ങനൊരു പണം വാങ്ങുമ്പോൾ എന്തിന് ഈ പണം, 2 ഇത് എവിടേക്ക് ഈ പണം, 3 ഇത് ആർക്ക്, ഇത് എങ്ങോട്ടേക്കാണ് ഈ പണം പോയത്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസാക്ഷൻ നടത്തിയത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളും വളരെ പ്രസക്തമായി നിൽക്കുക. ഹരി, അത് തന്നെയാണ് ഈ സമയം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇത് ആർക്കു വേണ്ടിയാണ് ഈ പണം വാങ്ങിച്ചത് എന്നത് തന്നെയാണ് ഇതിൽ വളരെ പ്രസക്തമായ കാര്യം. കാരണം വീണ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സംരംഭകയല്ല. വീണ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയുടെ മകളാണ്, സംരംഭകയാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാകുന്നത്. ഇതിൽ ഇവർക്ക് യാതൊരു രീതിയിലുള്ള ഇടപാടുകളും CMRലുമായിട്ട് ബന്ധമില്ല. വലിയ രീതിയിലുള്ളൊരു സേവനങ്ങൾ ഇവരുടെ കമ്പനി നൽകിയിട്ടില്ല. അതിനു മാത്രം വലിയൊരു സംരംഭകയല്ല. ഇത്രയും തുക കൈമാറ്റം ചെയ്യാൻ അതിനു മാത്രം ഒരു സേവനം നൽകിയിട്ടില്ല എങ്കിൽ ഇത് ആർക്കു വേണ്ടി നൽകി എന്നതാണ്. അതിന് മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോ? വീണയുടെ പിതാവിനെ തന്നെയാണോ ഇതിൽ ലക്ഷ്യമിടാതെ? അതിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഉപകാരങ്ങൾ വാങ്ങിച്ച് പ്രത്യുപകാരമായി നൽകുന്നതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതാണോ ഇവിടെ പൂരിപ്പിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി മാത്രമേ അത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ പോലും തന്നെ ഉയരുന്നുണ്ട്. പ്രതിപക്ഷം, ഈ BJP അടക്കമുള്ള കക്ഷികൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്നതും ആ രീതിയിൽ തന്നെയാണ്. അന്ന് ചെയ്തു കൊടുത്ത സേവനങ്ങളാണ് ഇതിന് നൽകുന്നതിൻ്റെ ഒരു പ്രതിഫലം എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോഴും തന്നെ അവർ ഉയർത്തുന്നുണ്ട്. ED ഇനിയും മുന്നോട്ട് പോയാൽ ഇതിൽ കുടുങ്ങുന്നത് ആരൊക്കെയാണ് എന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഇതിനൊരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഇതിനെ ഒരു പ്രതിരോധിക്കുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ CPM ഇന്നലെ മുതൽ തന്നെ വന്നിട്ടുണ്ട്. വ്യക്തമായൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അന്വേഷണങ്ങൾക്ക് ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഒരു ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്താക്കുറിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തിറക്കുന്ന. അവരെ കഴിഞ്ഞ് കുറേയധികം നാളുകളായി നടത്തുന്ന അന്വേഷണം, തുടർച്ചയായി നടത്തുന്ന അന്വേഷണം, ചോദ്യം ചെയ്യൽ, അതിൻ്റെ ഒരു പരിസമാപ്തി എന്നൊന്നും ഇപ്പോഴും പറയാറായിട്ടില്ല. അന്വേഷണം തുടരുന്നു. അതിനിടയിലാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന. വിശദമായിട്ട് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്ന പോലെ തന്നെ ഡാനി കൃത്യമായിട്ട് തന്നെയാണ് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. 3 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. എന്തിന്, ആർക്ക് വേണ്ടി, എവിടേക്ക് എന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യുപകാരത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നതിൻ്റെ കൂട്ടത്തിലാണ് അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടുന്ന രീതിയിലേക്ക് മാറിയത്. ഒരു മാസപ്പടി കേസിനേക്കാൾ ഉപരി ഇത് വലിയ രീതിയിലേക്ക് ഒരു ഹവാല ഇടപാട് ഉൾപ്പെടെ, വ്യാജ സിം കാർഡ് ഉൾപ്പെടെ പല രീതിയിൽ വീണ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലാണ് ഈ കേസിൻ്റെ വ്യാപ്തി നീളുന്നത് എന്നുള്ളത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമായിട്ട് തന്നെ നീക്കുകയാണ്. മാസപ്പടി കേസിൽ ED പുറത്തുവിട്ട വിവരങ്ങൾ ഗുരുതരമെന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ MLA പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ വീണ സ്വാധീനം ദുരുപയോഗം ചെയ്തു. ഗൗരവ സ്വഭാവമുള്ളതാണ് റിപ്പോർട്ട്. ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ഇടത് സർക്കാരും CPM സൈബർ ഗുണ്ടകളും വേട്ടയാടിയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം സൈബർ ഇടങ്ങളിൽ CPM ശക്തമായ ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിരോധം പോരാ, ഈ കോട്ട തകർക്കാൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? വീണ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുക.